എന്താണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് കീഴിൽ വരുന്ന മേജറും മൈനറും? ഈ മേജർ മൈനർ വിഷയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തുറന്നു വരുന്ന 5 പാത്വേകൾ ഏതൊക്കെയാണ്? ഇവയെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വർഷം കേരളത്തിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരു ഡിഗ്രി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഐച്ഛികമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയത്തിനെയാണ് മേജർ കോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത്രയും നാളും ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന കോംപ്ലിമെന്ററി കോഴ്സുകളെ 4 ഇയർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് മൈനർ കോഴ്സുകൾ. എന്നാൽ അവിടെ തീരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടാനുസരണം ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതും സ്വന്തം കോളേജിൽ നിന്ന് തന്നെ വേണമെന്നില്ല. തൊട്ടടുത്ത കോളേജുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ദൂരെയുള്ള കോളേജുകളിൽ നിന്ന് ഓൺലൈനായിട്ടോ ഇത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ആദ്യത്തെ വർഷം കഴിയുന്ന സമയത്ത് ഈ മൈനർ കോഴ്സുകളെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം മേജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതുമാണ്. ഇത് ഏതൊക്കെ തരത്തിൽ ക്രമീകരിക്കാം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പ്രധാനപ്പെട്ട പാത്വേകൾ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് നിങ്ങൾ ഫിസിക്സ് മേജർ വിഷയമായി പഠിക്കുന്ന സമയത്ത് അതാത് കോളേജുകളിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചില കോംപ്ലിമെന്ററി കോഴ്സുകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ പഠിച്ച കോളേജിൽ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആയിരുന്നു കോംപ്ലിമെന്ററി കോഴ്സ്. അതല്ലാതെ വേറൊരു ചോയ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി മുതൽ ഫിസിക്സ് മേജറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ അങ്ങനെ വിദ്യാർത്ഥിയുടെ ഇഷ്ടപ്രകാരം സ്വന്തം കോളേജിലുള്ളതോ അതല്ലാത്ത പക്ഷം മറ്റൊരു കോളേജിൽ നിന്നും ഒരു കോഴ്സ് തെരഞ്ഞെടുത്ത് മൈനറായി പഠിക്കാം. ഇനി 1ാം വർഷ പഠനത്തിന് ശേഷം നേരത്തെ പഠിച്ച പൊളിറ്റിക്സിലോ എക്കണോമിക്സിലോ താല്പര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ മേജറായിട്ട് മാറ്റാവുന്നതുമാണ്. BSc ഫിസിക്സിന് അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് 2ാം വർഷം വിദ്യാർത്ഥിയുടെ താല്പര്യം മാറുന്നതിനനുസരിച്ചിട്ട് എക്കണോമിക്സിലോ പൊളിറ്റിക്കൽ സയൻസിലോ ഒരു ബിരുദം കരസ്ഥമാക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പാത്വേകൾ ഉണ്ടാകുന്നത് എന്നല്ലേ? ആദ്യം തന്നെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ചേരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മേജർ തന്നെ ഉറപ്പിച്ചു വെക്കേണ്ടതുണ്ട്. അതിനുശേഷം മൈനറുകൾ തെരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിട്ട് 5 വ്യത്യസ്ത പാത്വേകളാണ് തുറന്നു വരുന്നത്. ഒന്നാമത്തത് സിംഗിൾ മേജർ പാത്വേ, 2 മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് പാത്വേ, 3 മേജർ വിത്ത് മൈനർ പാത്വേ, 4 മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ, 5 ഡബിൾ മേജർ പാത്വേ. ഇനി നമുക്ക് ഈ ഓരോ പാത്വേയിലെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി സിംഗിൾ മേജർ പാത്വേ. ഇവിടെ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മേജർ സബ്ജക്ട് തെരഞ്ഞെടുത്തിരിക്കണം. ഈ മേജർ സബ്ജക്റ്റിൽ നിന്നും 50% ക്രെഡിറ്റുകൾ സ്വന്തമാക്കിയിരിക്കണം. 68 ക്രെഡിറ്റ് സ്കോർ ഈ മേജറിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കണം. ഇനി ഈ മേജറുമായി ബന്ധപ്പെട്ട 6 മൈനർ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുകയും ഈ 6 മൈനർ വിഷയങ്ങളിൽ നിന്നായി ഓരോന്നിൽ നിന്നും 4 ക്രെഡിറ്റ് വീതം 24 ക്രെഡിറ്റുകളും സ്വന്തമാക്കണം. കെമിസ്ട്രി മേജർ വിഷയമായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നും 68 ക്രെഡിറ്റും തെരഞ്ഞെടുക്കുന്ന മറ്റ് 6 മൈനർ വിഷയങ്ങളിൽ നിന്നും 24 ക്രെഡിറ്റും സ്വന്തമാക്കുന്ന രീതിയാണ് സിംഗിൾ മേജർ പാത്വേ. രണ്ടാമത്തേത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് പാത്വേ. ഇവിടെ തെരഞ്ഞെടുക്കുന്ന മേജർ വിഷയത്തിനോടൊപ്പം 2 മൈനർ വിഷയങ്ങളാണ് ഉണ്ടാവുക. മേജർ വിഷയത്തിൽ നിന്നും 68 ക്രെഡിറ്റ് സ്കോറും തെരഞ്ഞെടുക്കുന്ന 2 മൈനർ വിഷയങ്ങളിൽ നിന്നും 12 വീതം 24 ക്രെഡിറ്റ് സ്കോറും ആണ് ഉണ്ടാകുക. അതായത് ഒരു മേജറും 2 മൈനറുകളും ഉൾക്കൊള്ളുന്ന രീതിയാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് പാത്വേ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കെമിസ്ട്രി മേജറായി എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും മൈനറായിട്ട് എടുക്കാം. അതുപോലെ ഹിസ്റ്ററി മേജറായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥിക്ക് എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും മൈനറായിട്ട് എടുക്കാം. ഇനി മലയാളം മേജറായി എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ജേർണലിസവും സംസ്കൃതവും മൈനറായിട്ട് എടുക്കാവുന്നതാണ്. ഇത് കേവലം ഉദാഹരണങ്ങൾ മാത്രമാണ്. വിദ്യാർത്ഥിയുടെ ഇഷ്ടാനുസരണം ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ രീതിയാണ് മേജർ വിത്ത് മൈനർ പാത്വേ. ഇവിടെ 68 സ്കോർ മേജറിൽ നിന്നും 24 സ്കോർ ഒരു സിംഗിൾ മൈനറിൽ നിന്നുമായിരിക്കും ഉണ്ടാവുക. സുവോളജി വിത്ത് മേജർ ആൻഡ് ബോട്ടണി ആസ് മൈനർ. അതുപോലെ ഇംഗ്ലീഷ് മേജർ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ജേർണലിസം മൈനർ ആയിട്ട് എടുക്കാവുന്നതാണ്. കൊമേഴ്സ് മേജർ ആയിട്ട് എടുക്കാവുന്ന വിദ്യാർത്ഥിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മൈനർ ആയിട്ട് എടുക്കാവുന്നതാണ്. അതായത് ഒരു മേജറും ഒരു മൈനറും അടങ്ങുന്ന കോഴ്സാണ് മേജർ വിത്ത് മൈനർ പാത്വേ. നാലാമത്തെ രീതിയാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ. അതായത് ട്രഡീഷണൽ മൈനർ കോഴ്സുകൾക്ക് പകരം വൊക്കേഷണൽ കോഴ്സുകളാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് മൈനറായിട്ട് ചൂസ് ചെയ്യാവുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള വൊക്കേഷണൽ മൈനർ പാത്വേ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്നത്തെ
സമൂഹത്തിൽ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള മേഖലകൾ മേജറിനോടൊപ്പം എടുത്തു പഠിക്കുകയും പഠനം പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കും എന്നതാണ് ഈ പാത്വേയുടെ പ്രത്യേകത. ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് മേജർ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് വൊക്കേഷണൽ മൈനർ ആയിട്ട് തിരഞ്ഞെടുക്കാം. കൊമേഴ്സ് മേജർ ആയിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ടാക്സ് കൺസൾട്ടേഷൻ, ബാങ്കിംഗ് പോലെയുള്ള വിഷയങ്ങൾ മൈനറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. മലയാളം മേജറായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ലേഷൻ മൈനർ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. ഇംഗ്ലീഷ് മേജറായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡി വൊക്കേഷണൽ മൈനറായിട്ട് തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് മേജർ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് മുതലായ മേഖലകൾ വൊക്കേഷണൽ മൈനറായിട്ട് തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ 68 സ്കോർ മേജർ വിഷയത്തിൽ നിന്നും 24 സ്കോർ വൊക്കേഷണൽ മൈനർ വിഷയത്തിൽ നിന്നുമാണ് പാത്വേ കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് വിദ്യാർത്ഥിയുടെ സ്കിൽ ഡെവലപ്മെന്റിനും അതുപോലെ ജോലി സാധ്യതയ്ക്കുമാണ്. ഇനി 5ാമത്തെ രീതിയാണ് ഡബിൾ മേജർ പാത്വേ. ഇപ്പോൾ നിലവിൽ ചില യൂണിവേഴ്സിറ്റികളിലുള്ള ഡബിൾ മെയിൻസ് ഡിഗ്രിക്ക് തുല്യമാണ് ഈ ഡബിൾ മേജർ പാത്വേ. ഇവിടെ 2 മേജർ വിഷയങ്ങൾ വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാനാവും. ആദ്യം തിരഞ്ഞെടുക്കുന്ന മേജർ വിഷയത്തിൽ നിന്ന് 48 ക്രെഡിറ്റ് സ്കോറും രണ്ടാമത്തെ മേജറിൽ നിന്ന് 44 ക്രെഡിറ്റ് സ്കോറുമാണ് വിദ്യാർത്ഥി ശേഖരിക്കേണ്ടത്. ഫിസിക്സ് പ്ലസ് മാത്തമാറ്റിക്സ് ഡബിൾ മേജർ ചെയ്യാവുന്നതാണ്. അതുപോലെ ബയോളജി പ്ലസ് കെമിസ്ട്രി, ഇത്തരത്തിൽ പഠിക്കുന്ന ഡിഗ്രി കോഴ്സുകൾ കസ്റ്റമൈസ് ചെയ്യുവാൻ ഈ അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പഠനത്തിനിടയിൽ ആവശ്യമായ സമയങ്ങളിൽ ബ്രേക്കുകൾ എടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥിയുടെ സൗകര്യപ്രകാരം തിരിച്ച് കോഴ്സിന് റീജോയിൻ ചെയ്യാവുന്നതുമാണ്. പഠിച്ചു തുടങ്ങിയതിനു ശേഷം കോളേജ് മാറാനും യൂണിവേഴ്സിറ്റി മാറാനും വരെ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇത്തരത്തിലുള്ള കണ്ടന്റിനായിട്ട് ഇൻഡി കരിയർ ഫോളോ ചെയ്യുക.